ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മിക്കവാറുമുള്ള ട്രേഡേഴ്സിൻ്റെയൊക്കെ മനസ്സിൽ ഉള്ളൊരു വീഡിയോ ആയിരിക്കും. എസ്പെഷ്യലി വർക്കിംഗ് ക്ലാസ്സിൻ്റെ മനസ്സിലുള്ളൊരു തോട്ടായിരിക്കും. മിക്കവാറും അവർക്കുള്ളൊരു കൺഫ്യൂഷനാണിത്. എനിക്കും ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നൊരു കൺഫ്യൂഷനാണിത്. എസ്പെഷ്യലി ഞാൻ ട്രേഡിംഗ് തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നൊരു കൺഫ്യൂഷനാണ്. അതായത് ഞാൻ എൻ്റെ ജോലിയൊക്കെ അങ്ങ് രാജിവെച്ചിട്ട് ട്രേഡിംഗ് ഒരു ഫുൾ ടൈം കരിയറായിട്ട് അങ്ങ് എടുത്താലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ ഈ തോട്ട് പ്രോസസ്സ് നല്ലതാണോ ചീത്തയാണോ? എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. ഈ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കാം, ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് തള്ളിക്കളയാം. ഓക്കെ, പക്ഷേ എൻ്റെ ഈ ഒരു 10-12 വർഷത്തെ ട്രേഡിംഗ് കരിയറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു പാർട്ട് ടൈം ട്രേഡറാണ്. ഞാനൊരു ഫുൾ ടൈം ട്രേഡർ ആവാൻ പ്ലാൻ ചെയ്യുന്നില്ല. ബേസിക്കലി പ്ലാൻ ചെയ്യാത്തതിന് കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പാർട്ട് ടൈം ട്രേഡറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. പാർട്ട് ടൈം ട്രേഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വർക്ക് കൊണ്ടുപോവുക, അതിനോടൊപ്പം ട്രേഡിങ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലിയെല്ലാം രാജിവെച്ച് ഒരു ഫുൾ ടൈം ട്രേഡർ ആവണം എന്നൊരു തോട്ട് എന്തുകൊണ്ടാണ്? ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു സർവേ പ്രകാരം ഒരു 90% ആൾക്കാർക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മേ ബി പല റീസൺസ് കാണും. സാലറി ആയിരിക്കും, അല്ലെങ്കിൽ വർക്ക് പ്രഷർ കാണുമായിരിക്കും, വർക്ക് ലൈഫ് ബാലൻസ് കാണത്തില്ല. അപ്പോൾ ട്രേഡിങ്ങിലോട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9-15 മുതൽ ഒരു 3:30 വരെയുള്ള പണിയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല എന്നാണ് നമുക്കൊരു പെരിഫറലായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നീട് ട്രേഡിങ് വളരെ നമുക്ക് പെട്ടെന്ന് റിച്ച് ആവാനായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രൊഫഷനാണ് എന്നൊരു തോട്ട് പ്രോസസ്സ് ആൾക്കാർക്കിടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നെ ഈ സാറ്റർഡേ സൺഡേ ട്രേഡിംഗ് ഡേയ്സ് ഇല്ല. സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് ആണ്. എല്ലാ പബ്ലിക് ഹോളിഡേയ്സിലും ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പബ്ലിക് ഹോളിഡേയ്സിലും ട്രേഡിംഗ് ഇല്ല. അപ്പോൾ അതൊരു ഹോളിഡേ ആണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ട്രേഡിംഗ് ഒരു അട്രാക്റ്റീവ് കരിയറാണ്, ആൾക്കാരുടെ ഇടയിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കരിയറാണ്. പക്ഷേ നമ്മുടെ വർക്ക് സ്ട്രീം, അതായത് ഒരു സാലറി ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകത്തിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമ്മുടെ സൈക്കോളജി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം സ്റ്റോപ്പ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് മാർക്കറ്റ് വേണം ഫുൾഫിൽ ചെയ്യാൻ, അല്ലേ? ട്രേഡിങ്ങിൽ നിന്നുള്ള പൈസ കൊണ്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര മെൻ്റൽ ടെൻഷനും സ്ട്രെസ്സും അവിടെ ഉണ്ടാവും. നമ്മുടെ ഇനിയുള്ള എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാനുള്ളത് മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്കൊരിക്കലും തന്നെ ഇനി ലോസസിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും വിന്നിങ് തന്നെ ആവണം, എപ്പോഴും എനിക്ക് പ്രോഫിറ്റ് വരണം എന്നൊരു കൈൻഡ് ഓഫ് ബിഹേവിയറിലൂടെ ആയിരിക്കും നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, മാർക്കറ്റ് നമ്മുടെ സൈക്കോളജിയെ വളരെ വലുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. സൈക്കോളജി ഇമ്പാക്റ്റ് ചെയ്താൽ എഴുതി വെച്ചോളൂ, മാർക്കറ്റ് നിങ്ങളെ ഡെഫിനറ്റ്ലി ബീറ്റ് ചെയ്യും, യാതൊരു സംശയവും വേണ്ട. ഇതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ട്രേഡിങ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുവാണെങ്കിൽ നമുക്കെപ്പോഴും ഒരു ഫുൾ ടൈം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു മാരത്തോണാണ് ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ട്രേഡിങ് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫുൾ ടൈം ട്രേഡറായി പെട്ടെന്ന് 1-2 മാസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റബിളാക്കി മാറ്റാൻ പറ്റുന്നൊരു സാധനമല്ല ട്രേഡിങ്. ഇൻസ്റ്റഡ് അതിന് പകരം നമ്മളൊരു പാർട്ട് ടൈം ട്രേഡെങ്കിലും ആയിട്ട് ചെയ്ത് ഒരുപാട് കാലം, മേ ബി 1 ഇയറോ 2 ഇയറോ ഒക്കെ പതുക്കെ വർക്ക് ചെയ്ത് നമ്മുടെ സ്ട്രാറ്റജിയെല്ലാം ബിൽഡ് ചെയ്ത് സ്ട്രാറ്റജിയെല്ലാം സ്ട്രീം ലൈൻ ചെയ്ത് പല മാർക്കറ്റ് ബിഹേവിയറും സിറ്റുവേഷനിലൂടെ കടന്നുപോയി അങ്ങനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്ത് റിഫൈൻ ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു 100 മീറ്റർ സ്പ്രിൻറ്റ് പോലെ നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് ഒരു പാർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യുന്നത്, അതായത് ഒരു വർക്കും അതുപോലെ ഒരു ട്രേഡിങ്ങും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാൾക്കൊരു ഗുണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കുറേ കാലം മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും. കാരണം അയാൾക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഇൻകം ഉണ്ട്. ആ ഇൻകത്തിൽ നിന്നുള്ള സേവിങ്സ് അയാൾക്ക് ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരാം. ട്രേഡിങ്ങിൽ നിന്നുള്ള പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. അയാൾക്ക് ഡെഫിനറ്റ്ലി അയാൾ ട്രേഡ് ചെയ്യണം. കുറച്ച് സമയമെങ്കിലും അയാൾ ട്രേഡിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഡെയിലി അയാളുടെ സ്ട്രാറ്റജി ഏതാണോ ആ രീതിയിൽ, ആ മെത്തേഡ് എന്താണോ ആ രീതിയിൽ. അപ്പോൾ അയാൾക്ക് പതിയെ ലേണിംഗ് ഉണ്ടാവും. പതിയെ അയാളുടെ സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളൊരു റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ള രീതിയിൽ നോക്കിയാലും ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ഒരു പാർട്ട് ടൈം ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ജോലിയുണ്ട്, അതിനോടൊപ്പം ട്രേഡിങ്ങും കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ സ്റ്റേബിളായിട്ടുള്ള ഇൻകത്തിൽ നിന്നുള്ള സേവിങ്സ് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതിൽ നിങ്ങൾ ട്രേഡിങ്ങിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സേവിങ്സ് കൊണ്ടുവരുന്നതും റീഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ നെറ്റ്വർത്തിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ആയിരിക്കും. ക്യുമുലേറ്റീവ് ഗ്രോത്ത് ആയിരിക്കും അവിടെ ഉണ്ടാവുക.
എന്നാൽ നമ്മളൊരു ഫുൾ ടൈം ട്രേഡർ ആകുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് എല്ലാം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൽ നിന്ന് തന്നെ നമുക്ക് മീറ്റ് ചെയ്യണം. അപ്പോൾ ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിലും അതിലൊരു നല്ലൊരു പങ്ക് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട്, നമ്മുടെ ഫാമിലി, പേഴ്സണൽ, പിന്നെ ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻസ്, ഇതൊക്കെ ആയിട്ട് തന്നെ നമുക്ക് പോകും. പിന്നെ ബാക്കിയുള്ള സേവിങ്സ് മാത്രമാണ് ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്ന എക്സ്പെൻസ് പോയിട്ടുള്ള സേവിങ്സ് മാത്രമാണ് നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് രണ്ട് നോക്കുമ്പോഴും റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അബ്സല്യൂട്ട്ലി ഒരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ റിട്ടേൺ പെർസെൻറ്റേജ് വെച്ച് നോക്കുവാണെങ്കിലും ഒരാളിപ്പോൾ ഒരു 8 അവർ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരാൾ ഒരു ദിവസത്തിൽ ഒരു 30 മിനിറ്റ്സ് ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഈ 30 മിനിറ്റ്സ് ചെയ്യുന്ന ആൾ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളാണ്. എന്നാൽ 8 അവർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഡെഫിനറ്റ്ലി അയാൾ ഒരു ഫുൾ ടൈം ട്രേഡർ ആയിരിക്കും അല്ലേ. പക്ഷേ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് റിസർച്ച് നിന്നെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് പ്രോപ്പർ സ്ട്രാറ്റജി വെച്ച് ചെയ്യുന്ന ഒരാളുടെ റിട്ടേൺ ഈ പറഞ്ഞ ഫുൾ ടൈം 8 അവേഴ്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ടേണിനേക്കാളും കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. കാരണം അയാളുടെ സൈക്കോളജി മാർക്കറ്റ് അഫക്റ്റ് ആവുന്നില്ല. അയാൾ ചെയ്യുന്ന കാര്യം ചെറുതാണെന്നുണ്ടെങ്കിലും ഒരു സിംഗിൾ സ്ട്രാറ്റജി ആണെങ്കിലും അതിൽ അയാൾ മാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് അനാവശ്യമായ ഓവർ ട്രേഡിംഗ് എന്നുള്ള സാധനം നടക്കത്തില്ല. അയാൾക്ക് സമയം കുറച്ചുള്ളതുകൊണ്ട് അയാൾ ആവശ്യമായുള്ള ട്രേഡുകളിൽ മാത്രമേ എൻ്റർ ചെയ്യത്തുള്ളൂ. ഈ ഓവർ ട്രേഡിംഗ് സാധനം കാണത്തില്ല. നമ്മളൊരു പാർട്ട് ടൈം ട്രേഡർ ആകുമ്പോൾ വേറൊരു അനുഗ്രഹം കൂടെ ഉണ്ട്. അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സമയമില്ല ട്രേഡ് ചെയ്യാനല്ലേ, കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുക. മാർക്കറ്റ് അതനുസരിച്ച് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുക അല്ലേ. അങ്ങനെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മേ ബി മാർക്കറ്റിൽ ഒരു എൻട്രി എടുക്കാനും എക്സിറ്റ് എടുക്കാനും ഒന്ന് മാനേജ് ചെയ്യാനും ഒക്കെ കൂടെ ഒരു 30 മിനിറ്റ്സോ 1 hour ഒക്കെ ആയിരിക്കും നമ്മൾ ഇൻവോൾവ് ചെയ്യുക. നമ്മളൊരു ഓപ്ഷൻ എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഓപ്ഷൻ സെല്ലർ സെറ്റപ്പിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി പോലെ. ഇനി സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ അതും വേണ്ട, മേ ബി ഒരു 2-3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ നോക്കി പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ ഡെയിലി വേണ്ടെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ല കവേർഡ് കോൾ റൈറ്റിംഗ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് പതിയെ മാസ്റ്റർ ചെയ്തുകൊണ്ട് വരാൻ പറ്റും. മാർക്കറ്റിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ആകത്തുകൊണ്ട് മാർക്കറ്റ് നമ്മുടെ സൈക്കോളജിയെ ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലേ. നമുക്ക് റിട്ടേൺ കമ്പാരിറ്റീവ്ലി കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. സൈക്കോളജി ഇമ്പാക്റ്റ് ആവുന്നില്ല. നമ്മുടെ ടൈമും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. നമ്മൾ വളരെ കുറച്ച് സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ കരിയറോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സോ കൂടെ ഡെവലപ്പായി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ട്രേഡിങ്ങും കൂടെ എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ആയി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളൊരു പാർട്ട് ടൈം ട്രേഡറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ നിങ്ങൾക്കൊരു ഫുൾ ടൈം ട്രേഡർ ആയേ പറ്റൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഒരു പാർട്ട് ടൈം ട്രേഡറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ എക്സ്പെൻസസും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സാലറിയെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും സ്റ്റേബിളായിട്ടുള്ള ഇൻകം മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ഒരു 12 മാസമെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ സാലറി എത്രയാണോ ആ സാലറിയോളം ഇൻകം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ആലോചിക്കാം. എങ്കിലും ഞാനത് സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ആലോചിക്കണമെങ്കിൽ പോലും നിങ്ങൾ ആ രീതിയിൽ എത്തണം എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ വീഡിയോ കാണുന്നതും നിങ്ങൾ കമൻ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതും നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം തന്നെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാണ്. ഓക്കെ, താങ്ക് യു.